രാത്രി എന്ത് കഴിക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ അടുക്കളയിലോട്ട് പോയി നോക്കിയപ്പോൾ അടുക്കളയിൽ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ വെറുതെ ഫോണിൽ തോണ്ടാമെന്ന് വിചാരിച്ചിട്ട് ഫോണിൽ തോണ്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും സീമ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ട് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കുന്ന വീഡിയോ. അത് കണ്ടപ്പം ഒരാഗ്രഹം, ഇഡ്ഡലി സാമ്പാറും കഴിച്ചാലാണ്. മിച്ചുവിനും ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമാണ്. ഇഡ്ഡലി ആണെങ്കിൽ മാത്രം മിച്ചു സാമ്പാർ കൂട്ടി കഴിക്കും. വേറെ ഒരു കറിയും മിച്ചു പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാറില്ല. അതായത് നമ്മളൊക്കെ വിളിക്കുന്നത് പോറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ ഇടയ്ക്ക് വന്നിങ്ങനെ ചുരണ്ടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിച്ചുവിൻ്റെ അടുത്ത് മിണ്ടാത്തതിൻ്റെ കാരണം ഇങ്ങനെ വെറുതെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് മിച്ചു കളിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കണ്ണിൽ കയറിക്കൊണ്ട് കണ്ണിൻ്റെ സൈഡിലായിട്ട് മുറിഞ്ഞു. അതുകൊണ്ടിട്ട് ഞാൻ മിണ്ടൂല. അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ പിറകേ നടന്നിങ്ങനെ ഉമ്മി മിണ്ടുമ്മി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേൾക്കാനൊരു രസമാണ്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ മിണ്ടാതെ കിടക്കണം. പിന്നീട് ഞാൻ മിണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയി. അതിനിടയ്ക്ക് ഞാൻ മുന്തിരിയൊക്കെ തിന്നുന്നുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്നു. വിഷയം അതല്ല, നമ്മൾ ഇഡ്ഡലി സാമ്പാറിലോട്ട് വരേണ്ടിയിരിക്കുന്നു. പിന്നെ ഇഡ്ഡലി സാമ്പാറിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ പരിപ്പ് കഴുകാൻ വേണ്ടിയിട്ട് വെച്ച്, എന്നിട്ട് അതിൻ്റെ കൂടെ ഈ അരിഞ്ഞു വെച്ച പച്ചക്കറി എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് കുക്കറിലോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. ആ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച ഗ്യാപ്പിൽ മാവ് കലക്കി വെക്കാമെന്ന് വിചാരിച്ച്. കാരണം മാവ് വെളിയിലെടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഐസ് പോയില്ലെങ്കിൽ ചിലപ്പം ഇഡ്ഡലി കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കയ്യിൽ എന്തോ വൃത്തിയില്ലാത്തതുപോലെ എനിക്കൊരു ഫീലിങ്സ്. വേറൊന്നുമല്ല, നഖം വളർന്നിരിക്കുന്നത്. എനിക്ക് ഇച്ചിരിയെങ്കിലും നഖം വളർന്നു കഴിഞ്ഞാൽ അപ്പോൾ വെട്ടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ നഖം വെട്ടാൻ വേണ്ടിയിട്ട് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ തപ്പണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി പാത്രമാണ്. ഞാൻ അടുക്കളയിൽ കയറാത്ത ഒരാളായത് കാരണം എനിക്ക് ഇഡ്ഡലി പാത്രം എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ തപ്പി കണ്ടുപിടിച്ച് അതൊക്കെ കഴുകി. നമ്മൾ ഇഡ്ഡലി പാത്രം ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി, അത് കാരണം നന്നായിട്ട് കഴുകേണ്ടിയിരുന്നു. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനെടുത്ത് ആ ഗ്യാപ്പിൽ കുക്കറിൻ്റെ വിസിൽ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ ഇതിലൊഴിച്ച് റെഡിയാക്കി ഇഡ്ഡലി പാത്രത്തിലോട്ട് മാവൊഴിച്ച് വൃത്തിയാക്കി വെച്ച്. അപ്പോൾ തന്നെ പച്ചക്കറി വെന്തായിരുന്നു. കുക്കറിൽ വെച്ചിരുന്ന പച്ചക്കറി എടുത്തിട്ട് അതിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു പിഞ്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് പുളിവെള്ളവും പിന്നെ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സാമ്പാർ കിട്ടി. ഒരു കാര്യം കൂടി ചെയ്തില്ല, നമുക്ക് കടുക് വറുക്കാനും കൂടെ ഉണ്ട്. കടുകൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ വീണ്ടും കിട്ടി. നേരത്തെ ഒന്ന് പറഞ്ഞത് മറന്നുപോയി. എന്നിട്ട് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് ഫ്ലോപ്പായി. സാമ്പാറല്ല, ഇഡ്ഡലി ഭയങ്കര കട്ടിയുണ്ടായിരുന്നു ഇഡ്ഡലിക്ക്.